നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ ചരിത്രത്തിന്റെയും അക്ഷര വെളിച്ചത്തിന്റെയും പൗരാണിക ഭൂമിയാണ് കോട്ടയം പഴയ സെമിനാരി. 200 വർഷത്തിലേറെ പഴക്കമുള്ള 4 കെട്ടും പിതാക്കന്മാരുടെ കബറിടങ്ങളും അതിപുരാതന ലൈബ്രറിയും ഒക്കെയും അടങ്ങുന്ന പഴയ സെമിനാരി അതിപ്രശസ്തമാണ്. പഴയ സെമിനാരിയുടെ ചരിത്രവും പ്രത്യേകതകളുമാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാൻ. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ആത്മീയത ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ ചരിത്രമാണ് കോട്ടയത്തെ പഴയ സെമിനാരിക്കുള്ളത്. മലബാറിന്റെ തെക്കും വടക്കുമായി പഠിത്ത വീടുകൾ വേണമെന്ന 1809 കണ്ടനാട് മലങ്കര പള്ളിയോഗത്തിന്റെ നിശ്ചയം നടപ്പിലാക്കുവാൻ നിയോഗം ലഭിച്ചത് പുലിക്കോട്ടിൽ ഇട്ടൂപ്പുറമ്പാനായിരുന്നു. അങ്ങനെ 1813 കോട്ടയം ചുങ്കത്ത് പഠിത്ത വീടിന് തറക്കല്ലിട്ടു. തിരുവിതാംകൂർ രാജ്ഞി ഗൗരി ലക്ഷ്മിഭായ് ഭൂമി നൽകിയതോടെ അറിവിന്റെ ആത്മീയ കേന്ദ്രം 1815 സ്ഥാപിതമായി. മീനച്ചിലാറിന്റെ തീരത്തുള്ള ആത്മീയ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി തേക്ക്, കമ്പകം തുടങ്ങിയ തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അറകളും നിലകളുമുള്ള 4 കെട്ട്, ചുണ്ണാമ്പിൽ തീർത്ത ഭിത്തികൾ, വായുസഞ്ചാരം ഉറപ്പാക്കുന്ന പരമ്പരാഗത നിർമ്മാണ രീതി എന്നിവയും സെമിനാരിയുടെ പ്രത്യേകതകളാണ്. വർഷത്തിലേറെ പഴക്കമുള്ള ഈ 4 കെട്ടിലാണ് 1815 തിരുവിതാംകൂറിൽ ആദ്യമായി കേന്ദ്രീകൃത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടന്നതെന്നും വിശ്വാസമുണ്ട്. 1813 ഈ സെമിനാരിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പുലിക്കോട്ടിൽ ഇട്ടൂപ്പറമ്പാൻ എന്ന പിന്നീട് ജോസഫ് മാർ ദിവന്നാസിസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പോലീത്തയായി നിയോഗിക്കപ്പെട്ട ആ പുണ്യപിതാവാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതും ഇതിൻ്റെ നിർമ്മിതി രൂപകൽപ്പന ചെയ്തതും ആ പിതാവ് തന്നെയാണ്. സെമിനാരിയുടെ ചാപ്പൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരിടമാണ്. മദ്ബഹായ്ക്കകത്തുള്ള ചിത്രകലകളൊക്കെയും ഇലകളുടെയും പൂവിൻ്റെയും ഒക്കെ ചാറ് വെച്ച് പഴയ രീതിയിൽ തന്നെ ഏറ്റവും മനോഹരമായി നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഏറ്റവും മനോഹരമായ ഇടമാണ്. ദേവാലയത്തിൻ്റെ മദ്ബഹാകൾ എന്നുള്ള രീതിയിൽ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ഏറ്റവും ഭംഗിയായി അത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തനിമ ചോരാതെ ഇപ്പോഴും അത് സംരക്ഷിച്ചു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. സെമിനാരി ചാപ്പലിന്റെ മദ്ബഹായിലെ ചുവർ ചിത്രങ്ങൾ ഇലച്ചായത്തിൽ തീർത്തവയാണ്. പഴയ സെമിനാരിയിലെ ലൈബ്രറിയും അക്ഷരഖനിയാണ്. 13-ാം നൂറ്റാണ്ടിലെ കൈപ്പടയിൽ എഴുതിയ സുറിയാനി വ്യാകരണ പുസ്തകം മുതൽ 1800-കളിൽ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ട വേദപുസ്തകങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുത്തോലകൾ എന്നിവ ചരിത്രരേഖകളായി ഇവിടെയുണ്ട്. ഇന്ന് പഴയ സെമിനാരി മലങ്കര സഭയുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. പിതാക്കന്മാരുടെ കബറിടങ്ങൾ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും അറിവിന്റെയും തത്വശാസ്ത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും പൗരാണികതയുടെയും സംഗമഭൂമിയായ പഴയ സെമിനാരി ഇവിടെ തലയുയർത്തി നിൽക്കുകയാണ്.
ന്യൂസ് മലയാളം, കോട്ടയം.